ശരി. നൂർബീന റഷീദ് ഇപ്പോൾ വനിതാ ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. നൂർബീന റഷീദ് എന്ന പേര് ലീഗ് കേൾക്കുന്ന ഘട്ടം മുതൽ തന്നെ ഒരു വനിതാ മുഖമായ ആ പേര് കേൾക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ എത്രത്തോളം സ്ത്രീകൾക്ക് പ്രാധാന്യം ലഭിക്കുന്നു എന്നൊരു വിഷയം കൂടിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലീഗിനെ സംബന്ധിച്ച് ലീഗ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളേക്കും കുറച്ചുകൂടി പിന്നാക്കമാണ് ഇക്കാര്യത്തിൽ. ഒരു ലിംഗസമത്വം അല്ലെങ്കിൽ ലിംഗനീതി എന്നതിലൊന്നും വിശ്വസിക്കുന്നില്ല ലീഗ് എന്ന് പറയുമ്പോൾ നൂർബിനെ പോലുള്ള നേതാക്കൾക്ക് ഈ ലീഗിനകത്തുള്ള സ്ഥാനം എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്? സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ്. അതാണ് കുഴപ്പമില്ല, വി വിൽ റീച്ച് ദ ഡെസ്റ്റിനേഷൻ. കാരണം ഇന്ത്യയിലുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വനിതാ ലീഗ് ഒരു 90കളിലാണ് രൂപം കൊണ്ടതും പ്രവർത്തിച്ചു വരുന്നതും. പക്ഷേ നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഇതര മഹിളാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് ഇതര മഹിളാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മാതൃകയായിക്കൊണ്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ നമുക്ക് നല്ല അടിത്തറ പാകിക്കഴിയാൻ കഴിഞ്ഞു. പിന്നെ ലിംഗസമത്വം എന്നൊക്കെ പറയുമ്പോൾ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമാണ്. ജനാധിപത്യ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം എന്നുള്ളത് ലീഗിൻ്റെ മാത്രം ഒരു ഐഡിയോളജി ആവരുത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം നൽകിയ ഈക്വാളിറ്റി, ഈക്വൽ പ്രൊട്ടക്ഷൻ, ഒരുപാട് നമുക്ക് ഭരണഘടന നൽകിയ മൗലിക അവകാശങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എവിടെയാണ് നടപ്പിലാക്കി വരുന്നത്? പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യയിൽ ലീഗിനൊരു വനിതാ സ്ഥാനാർത്ഥി എന്നുള്ളത് വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ പലപ്പോഴും നൂർബീന റഷീദിൻ്റെ പേരുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ രണ്ടുപേരും മത്സരിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലപ്പുറം ഒന്നും നടക്കുന്നില്ല. മറ്റൊന്ന്, ഈ ലീഗിനകത്തെ നേതാക്കളുടെ സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ ചിലപ്പോൾ അത് പരസ്യ പ്രസ്താവനയായിട്ടൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാറ്? അല്ല, ലീഗിൻ്റെ പരമോന്നത നേതാക്കന്മാരാരും തന്നെ സ്ത്രീവിരുദ്ധ പ്രസ്താവനകളൊന്നും നടത്തിയിട്ടില്ല. പിന്നെ ലീഗിലുള്ള ഏതെങ്കിലും ആൾക്കാർ പറയുന്നതിനൊന്നും മറുപടി പറയേണ്ടവരല്ല നമ്മൾ. പക്ഷെ ചോദ്യം വരുമല്ലോ. അല്ല, ചോദ്യം വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ നിലപാട് എന്താന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും വരും. അല്ല, അന്നും ഇന്നും എന്നും ഒരൊറ്റ നിലപാടേ ഉള്ളൂ, സ്ത്രീക്ക് കീപ്പിംഗ് അവർ ഓൺ ഐഡൻറ്റിറ്റി. നമ്മുടെ ആ സ്ത്രീയുടെ മഹത്വം നിലനിർത്തിക്കൊണ്ട് സ്ത്രീക്ക് പുരുഷനോടൊപ്പം സഞ്ചരിക്കാൻ, പുരുഷൻ്റെ മുന്നിൽ സഞ്ചരിക്കണം എന്ന് പറയുന്നില്ല, പിന്നിലും ആവരുത്, ഒപ്പം നിന്നുകൊണ്ട് ഒരു നല്ലൊരു സാമൂഹ്യ സൃഷ്ടിക്കായിട്ടാണ്. എന്തിനാണ് രാഷ്ട്രീയം എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന്, ഉന്നമനത്തിന്, ആ രാജ്യത്തിലുള്ള ജനങ്ങളുടെ ഉയർച്ചയ്ക്കും സംരക്ഷണത്തിനും എല്ലാത്തിനും വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് രാഷ്ട്രീയം. പക്ഷെ ആ രാഷ്ട്രീയത്തിലൂടെ നമുക്ക് സ്ത്രീകളെ എത്രമാത്രം ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും, സ്ത്രീയുടെ വ്യക്തിത്വം അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ, സ്ത്രീയായി നിന്നുകൊണ്ട് തന്നെ നമുക്ക് എത്രമാത്രം ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും, അതാണ് ഞങ്ങൾ ഈ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം.